പറയാതെ ഞാൻ എൻ്റെ പ്രണയത്തിന് ഞാൻ ഓർക്കുക. അതുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ പറ്റിയത്. നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവില്ല പ്രശ്നങ്ങളും സങ്കടങ്ങളും, അവിടെയൊക്കെ ഞാൻ എഴുതി തീർത്തതാണ്. ഭാര്യയ്ക്ക് പാടിക്കൊടുക്കാറുള്ള പാട്ട് ഏതാ? ഓ, ഭാര്യയ്ക്ക് പാടിക്കൊടുക്കാറുള്ള പാട്ട് ഓ, ഏത് പാട്ടായിരുന്നു ഏറ്റവും ഇഷ്ടം പ്രണയത്തിന്റെ? നാണം വരുന്നത് എന്താണ്? അത് അന്നത്തെ പാടല്ലേ? അല്ല എങ്കിലും ഒരു ലൈൻ പാടുക. വേണ്ട, അതിങ്ങനെ പറഞ്ഞാൽ ആ വേറെ റൂട്ടിലേക്ക് പോകും. കാരണം അത് വേദനിക്കുന്ന. അല്ല, അതിന്റെ ഏറ്റവും വലിയ വിഷയം അത് പറയുമ്പോൾ തിരുമേനിയുടെ മുഖഭാവവും അതാണ് തിരുമേനി. അത് ഞാൻ ആ കാലഘട്ടം ഇപ്പോഴും ഉള്ള പിള്ളേരെ കൂടെ ഇങ്ങനെ പോകാൻ മുഖം അത്രയും ഞാൻ ശ്രദ്ധിച്ചാട്ടോ. ഞാൻ അനുഭവിച്ചതൊന്നും ഇവരെ അനുഭവിച്ചിട്ടില്ല. സങ്കടമായാലും സന്തോഷമായാലും അതൊന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല, ഇപ്പോഴും ആയിട്ടില്ല. ഇനി വരാൻ ഇരിക്കുവാണ്. പിന്നെ ഒരു കാര്യം കൂടെ ചോദിച്ച അവസാനം, മഞ്ജു ഭയങ്കര അലമ്പുണ്ടായിക്കൊണ്ടിരിക്കുക അവിടെ ഇരുന്ന് നിർത്തുന്നു പറയാൻ. മഞ്ജുവിന്റെ ക്യാമറ എന്ന് വെച്ചാൽ ഇരിക്കണമൊക്കെ. തിരുമേനി ഇപ്പം നമ്മൾ ആ സങ്കടത്തില് നമുക്ക് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാറുണ്ട്. തിരുമേനി വണ്ടിയിലാണ് യാത്ര കൂടുതലും ചെയ്യുന്നത്. ആ യാത്ര ചെയ്യുമ്പോൾ തിരുമേനി പല പാട്ടുകളും കേൾക്കും, യാത്രകൾ കേൾക്കും. ചിലപ്പം തിരുമേനിയുടെ പാട്ടുകളായിരിക്കില്ല ഇപ്പോഴത്തെ. ആ പാട്ടുകൾ കേൾക്കുമ്പോൾ തിരുമേനിയുടെ മനസ്സിൽ പല അഭിപ്രായങ്ങൾ വരില്ലേ, പല വരികൾ കേൾക്കുമ്പോൾ. അങ്ങനെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള പാട്ടുകളെ കുറിച്ച് തിരുമേനിയുടെ അഭിപ്രായം എന്താണ്? മോനെ, ഞാനത് ആ രീതിയിൽ കേൾക്കാറില്ല. ഇത് ഞാൻ എഴുതിയാൽ എങ്ങനെ ഇരിക്കുന്നല്ലേ, അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതാണ് ശരിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു പാട്ടിനും ഞാൻ എഴുതിയാൽ എങ്ങനെ ഇരിക്കും എന്നേ എനിക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അവർ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. അത് അവരുടെ റൂട്ടാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ മക്കളെ നിന്ന് ഞാൻ കുറ്റം പറയാറില്ല. എവിടെയും കേട്ടിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും പറയാം. തിരുമേനിക്ക് ചെയ്യാൻ വേണ്ടി ഒരു പാട്ട് കൊണ്ടെത്തന്നു, ഒരാൾ കൊണ്ടെത്തന്നു, ഒരു സങ്കല്പമായിരിക്കാം. അത് തിരുമേനിക്ക് ചെയ്യാൻ പറ്റാതെ പോയി, അത് തിരക്ക് കാരണം ചെയ്യാൻ പറ്റാതെ വേറെ ആൾ ചെയ്തു. അങ്ങനെ പറ്റിയ ഒരു സിറ്റുവേഷൻ ഉണ്ടോ തിരുമേനിക്ക്? ഇല്ല, അങ്ങനെ പറ്റിയ സിറ്റുവേഷൻ ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷേ അവിടുന്ന് ഞങ്ങൾക്ക് കരകയറും. അത് വേറെ ആൾ എഴുതിയിട്ടൊന്നുമില്ല, ഒരിക്കലും എഴുതില്ല. ഇല്ല, എനിക്ക് തന്നെ കിട്ടും. ഞാൻ തന്നെ എന്നെ ഏൽപ്പിച്ചതല്ലേ, ആ ചോറ എൻ്റെതാണെന്ന് ഞാൻ ഏൽപ്പിക്കും, ഉറപ്പിക്കും. സന്തോഷം വരുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ട്? സങ്കടത്തിന് സന്തോഷം വരുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ട്? സന്തോഷം വരുമ്പോഴും നമ്മൾ സങ്കടപ്പാട്ടാണ്. അപ്പോഴും അതാണ്. ഇവർ രണ്ടുപേരും ഒരേ ഇതിൽ വന്നു. പിന്നെ വിഷ്ണു എങ്ങനെയാ സന്തോഷം സങ്കടം വരുമ്പോൾ ഒരേ പാട്ടാണ് കേൾക്കണം? ഇല്ല, അങ്ങനെയില്ല. അതിന് പാട്ട് കേട്ട് കളയാമെന്ന് വിചാരിക്കില്ല, കേട്ട് പോകുന്നതാണ് അല്ലേ? യാദൃശ്യമായിട്ട് സംഭവിക്കും, അങ്ങനെ സംഭവിക്കുന്നതാണോ? അതിന് വേണ്ടിയിരിക്കുന്നതായിരിക്കില്ല. നിങ്ങൾ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് വികാരം നോക്കിയാണ്. എന്തോ ഒരു ഭയങ്കര മൂടായിരുന്നു ഭരതൻ്റെ. പിന്നെ ഞാൻ എൻ്റെതല്ല കേൾക്കുന്നത്, പലതും മറ്റുള്ളവരുടെ പാട്ടുകളാണ് കേൾക്കുന്നത്. അത് നോക്കാറില്ല, എൻ്റെ പാട്ടുകൾ നോക്കാറില്ല. അതിരിക്കട്ടെ, ഞാൻ എപ്പോഴും കേട്ടോണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ കരയുന്ന കൂടെ ചിരിക്കുന്നു, എത്രയോ പാട്ടുണ്ടല്ലോ. എന്തായാലും ഒത്തിരി സന്തോഷം. നമുക്ക് സംസാരിക്കാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനോ അല്ലേ? നമുക്ക് എല്ലാവർക്കും ഇത് കേൾക്കാനാണ് നമുക്ക് ഇത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴാണ് എവിടെ ഇതെല്ലാം പടമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏത്? അല്ല, ഇതൊക്കെ നമ്മുടെ പടമായിട്ട് ബന്ധപ്പെട്ടതാണ് തീർച്ചയായിട്ടും. എല്ലാ കാര്യത്തിലും ഇയാളുടെ ആ മൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നീ കാണുമോ? അങ്ങനെ ഞാൻ ആലോചിക്കാറുണ്ട്. ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അയ്യോ, എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്. അതെ, ഭയങ്കര പാട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജോൺസണോട് രാവിലെ 3-4 മണിക്കൊക്കെ ഇരുന്ന് കേട്ട്. അതെ, ശരിയാ. ഞാനത് ഭയങ്കര സങ്കടമാവും കേട്ടെ. അപ്പം അതൊക്കെ ഞാനൊന്ന് കേട്ടു നോക്കട്ടെ. കേൾക്കണം, വല്ലാത്തൊരു ഫീലാണ്. മലയാളത്തിൽ വൺ ഓഫ് ദി അണ്ടർറേറ്റഡ് സോങ്സ് ആണ് നീ കാണുമോ. അതായത് എത്തേണ്ട സ്ഥലത്തേക്ക് ആ പാട്ട് എത്തിയിട്ടില്ല. ഓ, എന്തായാലും തിരുമേനിയുടെ യാത്ര ഇനിയും കുട്ടികളുടെ കൂടെ, ഈ ബാല്യത്തിന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം. നമുക്ക് പ്രായമായ ഒന്ന് നമ്മളെപ്പോഴും രാവിലെ എഴുന്നേറ്റിട്ട് മുഖം നോക്കാതെ കയ്യിൽ അതിന് ഞാൻ പോയിട്ടില്ല. എനിക്ക് ആ തിരുമേനിയുടെ പാതയില കൈക്കത്രയൊന്നും വിലക്കുറവില്ലാന്ന് തോന്നുന്നു. അതെ, അത്രേ ഉള്ളൂ. അങ്ങനെ നോക്കുന്നു, നമ്മള് ഗംഭീരമായിട്ട് യാത്ര ചെയ്യണം. വിഷ്ണു അതെന്നും ശ്രദ്ധിക്കണം രാവിലെ. വിഷ്ണു നമ്മളെ ശക്തിയാണ്. ഒത്തിരി സന്തോഷം. നമുക്ക് സിനിമയിലേക്ക് പോകാൻ പറ്റിയായിരുന്നോ? വിഷ്ണു ഡയറക്ടറെ കേൾക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ പോയിക്കോളൂ ഈ സിനിമയില് മറ്റു ആർട്ടിസ്റ്റുകളുടെ പേരും. വിഷ്ണു ആണ് അതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ.
പിന്നെ നമുക്ക് വിജിലേഷ് ഉണ്ട്, സാജു ചേട്ടുണ്ട്, സാജു നവോദയ, പിന്നെ മറീന, അഞ്ജലി നായർ, ഇപ്പം ഇലക്ഷൻ നിൽക്കുന്നവർ. ഇപ്പം MLA ആകാൻ പോവാന്ന് പറഞ്ഞുകൊണ്ടാണ്. MLA ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ബിരിച്ചേട്ടൻ. അഞ്ജലി ഇപ്പൊ ഭയങ്കര വൈറലാണ്, ഞാൻ MLA ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ അഞ്ജലി നായർ. പിന്നെ അഞ്ജലിയുടെ മകളുണ്ട്, ആവണിയുണ്ടല്ലോ, സഞ്ജു ശിവറാം, ശ്രീപദ്, ബിനു തൃക്കാക്കര, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒരു വലിയ സ്വപ്നമാണ് അല്ലേ, കുറെ നാളുകൾക്ക് ശേഷം? വലിയ സ്വപ്നങ്ങളിൽ ഒരു ചെറിയ സ്വപ്നം, അത്രേ ഉള്ളൂ. ഇതിലും വലുതാ കാണാറുണ്ട്, ഇതിലും വലുതുകളൊക്കെ ഉണ്ട്. ഇതിലും വലുതിലേക്കാണ് പോകുന്നത്. ആ ചെറിയ സ്വപ്നം വലുതാകുകയാണ്. അതെ. പക്ഷെ ഇപ്പൊ തിയേറ്ററുകളെല്ലാം നല്ല പടങ്ങൾ, നല്ല വിജയിക്കുന്ന കാലഘട്ടം അല്ലേ. നമ്മൾ എടുത്തു നോക്കി ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ സിനിമയിലും നല്ല വിജയവും എത്തുന്ന സമയത്താണ് നമ്മൾ മെയിൽ ഈ സിനിമ കൊണ്ട് കൊടുക്കുന്നത്. പ്രഷർ ഏറ്റെടുക്കേണ്ട സിനിമയാണ്. ഈ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ഇന്നത്തെ ഇന്നത്തെ ഇന്റർവ്യൂസ് തന്നെ സാറ് നിറഞ്ഞിരിക്കുമ്പോൾ തന്നെ ഈ പ്രഷർക്ക് ഈ സിനിമ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് വേറെയും വരും. സാർ അത്രയും ഇപ്പൊ തന്നെ ഞാൻ റിഗോയിലേക്ക് പോകുന്നുണ്ട്, മനസ്സിലുണ്ട്. അങ്ങനെ ഇപ്പൊ ഈ ചർച്ചയിൽ തന്നെ എനിക്ക് അതിനോട് താല്പര്യമുണ്ട്, കാണാൻ തോന്നുന്നുണ്ട്. ഉണ്ട്. അതാണ് പ്രധാനപ്പെട്ട. ആദ്യ ഷോയ്ക്ക് സാറുണ്ടോ? തീർച്ചയായിട്ടും കാണുക ഉറപ്പല്ലേ. ആദ്യ ഷോയ്ക്ക് സാറും ഉണ്ട്. പിന്നെ അപ്പോൾ ഗംഭീരമായിട്ട് സാറ് പിന്നെ നമുക്കൊന്ന് വിശദമായിട്ടിരിക്കണം. തീർച്ചയായിട്ടും ഒത്തിരി കഥകൾ പറഞ്ഞു പോകണം. കണ്ടിട്ട് നമുക്ക് പിന്നെയും പോടാം. ശരി. ഒരു അവസാനിപ്പിക്കുന്ന മുമ്പ് ഒരു മനോഹരമായ ഒരു ഗാനത്തോടു കൂടി നമുക്ക് സാറിന് സമർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. കാരണം സാർ അതാണ് ആക്റ്റീവാണ്. വിഷ്ണുവിൻ്റെ ചോയ്സ് ഏത് പാട്ട് വേണമെന്നുള്ളത്. ഓക്കെ, വിഷ്ണു ഏത് പാട്ട് വേണമെന്ന് വികാരനൗക ആയിക്കോട്ടെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കൊടുത്ത്. അല്ല, സന്തോഷം വരുമ്പോഴും കേൾക്കാൻ പാട്ടാണ്. അതെ, സാറും ലയിച്ചു വരുന്ന ഒരു പാട്ടായിരിക്കും. തിരുമേനും കൂടെ പാടാം. തിരുമേനും കൂടെ പാടും, കൂടെ വരും. കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ വേളി പുടവ രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ ഈ മൗനം പിൻവിളിയാണോ? ഞാൻ പാടുന്ന പാട്ടേ അല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പാടിയതാണ്. ഇതില് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം വെച്ചാല് എന്നിളങ്ങുമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പാഴ്മരമായേനെ അല്ലേ. അതാണ് എല്ലാവർക്കും ബാധിക്കുന്ന ഒരു സംഭവം. എന്നിളങ്ങുമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പാഴ്മരമായേനെ തിരകളും പൂക്കളും മരുതവർണ്ണവും വെറുതെ മറഞ്ഞേനെ. ഭയങ്കര സംഭവം. എനിക്കത് ഭയങ്കര ലൈഫിൽ ടച്ച് ചെയ്തൊരു സാധനം. എന്റെ ജീവിതം എല്ലാ മലയാളിക്കും ആരും ഉണ്ടായിരിക്കും. ഏത് ജെൻസി എന്നോ എക്സ് എന്നോ വൈ എന്നോ മില്ലേനിയൽസ് ഒന്നും ഇല്ലാതെ ആർക്കും ടച്ച് ആവുന്ന ഒരു അപ്രോച്ചാണ് അത്. ആ സിനിമയും ആ പാട്ടും ആ വരികളിലേക്ക് ശ്രദ്ധിച്ചാലാണ് അതിന്റെ വരികളെ പറ്റി അറിയാത്തവർക്ക് പോലും ടച്ച് ചെയ്യുന്നുള്ളതാണ്, തറച്ചു കയറും എന്നുള്ളതാണ്.